ഒരു സംസ്ഥാനത്തിന് തലസ്ഥാന നഗരിക്ക് അവകാശപ്പെട്ടാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ തിരുവനന്തപുരത്തിന് തന്നേ തീരും. അവർക്കിപ്പോൾ അവരുടെ ആഗ്രഹം ആലപ്പുഴയോ അല്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ മലപ്പുറത്തോ കൊണ്ടുപോകണമെന്നാണ്. ഇവിടെ തരണമെന്നില്ല. ഞങ്ങളൊരു സമരം ആരംഭിക്കാൻ പോവുകയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് വേണം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് അത് 1954 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് ഇനോഗ്രേറ്റ്. അന്ന് അദ്ദേഹം പറഞ്ഞതാണ് തിരുവനന്തപുരത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തരും എന്ന്. കഴിഞ്ഞ പ്രാവശ്യം അടൽജി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഡോക്ടർ ഹർഷവർദ്ധനായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. ഞാൻ ഇന്ന് ഇവിടുത്തെ ജില്ലാ പ്രസിഡൻ്റാണ്. ഹർഷവർദ്ധൻ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു സംസ്ഥാനത്തിന് തലസ്ഥാന നഗരിക്ക് അവകാശപ്പെട്ടാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ തിരുവനന്തപുരത്തിന് തന്നേ തീരും. പക്ഷേ ഗവൺമെൻറ് 200 ഏക്കർ ഭൂമി എടുത്ത് തരണം. അന്ന് ശിവകുമാറാണ് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. ശിവകുമാർ എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് ശിവകുമാറിൻ്റെ അടുക്ക പോയി. അപ്പോൾ ശിവകുമാർ പറഞ്ഞു, മുന്നണി രാഷ്ട്രീയത്തിനകത്ത് തിരുവനന്തപുരത്തിന് ഇത് വേണ്ട, മലപ്പുറവും കണ്ണൂരും അങ്ങൊക്കെ പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രയാസമാണ് ഇവിടെ 200 ഏക്കർ കിട്ടാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു CSIR ഉണ്ട്, മറ്റേ ക്ഷയരോഗ ആശുപത്രിയുണ്ട്, അതിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അതിലേതെങ്കിലും 200 ഏക്കർ ഭൂമി എടുത്ത് തന്നേ തീരൂ, ഇത് നഷ്ടപ്പെടുത്താൻ ഒക്കൂല എന്ന് പറഞ്ഞ് 2004 ആ കാലഘട്ടത്തിലാണ്. അവസാനം നിക്കക്കളിയില്ലാതെ പോയപ്പോൾ ശിവകുമാർ തുറന്ന ജയിലില്ലേ നെയ്യാറ്റിൻകര, അതിന് അടുത്ത് 200 ഏക്കർ തന്നു. ശരി, അത് മതി, നമുക്ക് കേരളത്തിലൊരു ഇത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ നാളു വന്നു കേന്ദ്രത്തിൽ നിന്ന്. അവർ പരിശോധിച്ചപ്പോൾ ഇത് 17 നിലയുള്ള കെട്ടിടം വേണം. അപ്പം അത് കെട്ടിക്കഴിഞ്ഞാൽ നെയ്യാർ ഡാം സുരക്ഷയെ ബാധിക്കും, ചെയ്യാൻ ഒക്കില്ല. അവിടെ നിർത്തിയതാണ്. അത് കഴിഞ്ഞ് വന്ന മന്ത്രിസഭകൾ മുഴുവൻ, കാരണം തിരുവനന്തപുരത്തുകാരനായ ഒരാൾ ഇന്ന് വരെ മുഖ്യമന്ത്രി ആയിട്ടില്ല. പണ്ടെന്നാണ് ഉള്ള കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന അത്രയും കണ്ണൂർ, മലപ്പുറം, വടക്കേ അവർക്ക് തിരുവനന്തപുരത്തിന് യാതൊരു താല്പര്യമില്ല. അതാണ് തിരുവനന്തപുരത്തിൻ്റെ ശാപം. ഒരു വികസനവും ഉണ്ടാവാതെ തിരുവനന്തപുരം ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശം പോലെ കിടക്കുന്നതിന് കാരണം ഈ വരുന്ന നേതാക്കന്മാരാണ്. അവർക്കിപ്പോൾ അവരുടെ ആഗ്രഹം ആലപ്പുഴയോ അല്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ മലപ്പുറത്തോ കൊണ്ടുപോകണമെന്നാണ്. ഇവിടെ തരണമെന്നില്ല. ഞങ്ങളൊരു സമരം ആരംഭിക്കാൻ പോവുകയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് വേണം. ഇപ്പം ഞങ്ങൾ പറയാൻ പോണ CSIRൻ്റെ സ്ഥലം എടുക്കുക. അവിടെ കഴിഞ്ഞവർഗം ഒന്നും നടക്കുന്നില്ല, ഗവേഷണം നടക്കുന്നില്ല, കൃഷി വെറുതെ കിടക്കണം തരിശായിട്ട്. അതെടുത്ത് 200 ഏക്കർ ഭൂമി എടുത്ത് ഒന്നാം തരം ഇവിടുത്തെ ആളുകൾ അതിവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാമല്ലോ. തീർച്ചയായിട്ടും. അത് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്.